ഹലോ ഗായ്സ്, ഞാൻ നിങ്ങളുടെ എസ്കേപ്പാണേ. എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇവിടെ ആരും ഇല്ലല്ലോ. ഞാനിപ്പം ഒരു ലൈവ് വരാനുള്ളൊരു കാര്യമുണ്ട്. നമ്മുടെ ഇവിടെ ഒരു ഹോസ്പിറ്റലുണ്ട്, റാന്നിയിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്. ഇന്നലെ അവിടെ ഒരു തലകറക്കമായിട്ട് എൻ്റെ കസിനെ കൊണ്ട് അവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയപ്പോഴത്തേക്കിനും നമുക്ക് അവിടെ നിന്നൊരു ടാബ്ലറ്റ് തന്നു. ഇതാണ് ടാബ്ലറ്റ്. ഇത് മറ്റേ നമ്മുടെ അസിഡിറ്റിക്കൊക്കെ കഴിക്കുന്ന റാണ്ടാക്ക് എന്ന് പറഞ്ഞ ടാബ്ലറ്റാണ്. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയി നമ്മളൊരു ഗുളികയൊക്കെ കഴിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓടിച്ചാടിച്ച് നമ്മൾ ആ ഗുളിക കഴിക്കുകയും ചെയ്യില്ല. നമ്മൾ അതിൻ്റെ എക്സ്പയറിയും കാര്യങ്ങളും എല്ലാം നോക്കിയതിന് ശേഷം മാത്രമേ കഴിക്കാവുള്ളൂ. അല്ലെങ്കിൽ ഇതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും ഉണ്ടാവും. ഇത് ജസ്റ്റ് പൊട്ടിച്ചിട്ട് ഇതായത് കൊണ്ടൊന്ന് കഴിക്കാൻ വേണ്ടി എടുത്തതേ ഉള്ളൂ. അപ്പോഴേ ഇതിനകത്തെ ഇതാണ് ഗുളികയുടെ കളർ. ഒരുമാതിരി നല്ല മെൽറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ കാപ്പിപ്പൊടി കളറാണ് ഗുളികയ്ക്ക്. അപ്പം ഇതുപോലെ ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോവാം. അവിടുത്തെ ഡോക്ടർമാരെയൊക്കെ നമുക്ക് വിശ്വസിക്കാം, ശരിയായ കാര്യമാണ്. പക്ഷെ നമ്മൾ ഒരിക്കലും ഗുളിക അതിൻ്റെ എക്സ്പയറി ഡേറ്റോ കാര്യങ്ങളോ ഒന്നും നോക്കാൻ നമ്മൾ ഗുളിക കഴിക്കരുത്. കാരണം 100 പേഷ്യൻറ്റിന് അല്ലെങ്കിൽ ഒരു 150 പേഷ്യൻറ്റിന് 50 പേഷ്യൻറ്റിനെയൊക്കെ നോക്കുന്നതിനിടയ്ക്കാണ് ഡോക്ടർമാർ നമുക്ക് പ്രിസ്ക്രിപ്ഷൻ എഴുതി തരുന്നത്. ഇത് നമ്മൾ അതുപോലെ ഫാർമസി കൊണ്ട് കൊടുക്കുമ്പോൾ അവിടെ ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ ഇവരതിന് മുന്നേ സ്റ്റോക്ക് മെയിൻ്റെനൻസ് ചെയ്യുന്നുണ്ടോ കാര്യങ്ങളൊന്നും നമുക്കറിയത്തില്ല. പക്ഷെ എന്തായാലും ഇതുപോലുള്ള ഗുളികകളൊക്കെയാണ് നമുക്ക് മിക്കപ്പോഴും ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്നത്. അല്ല, ചില സമയത്ത് നല്ല ഗുളിക നമുക്ക് കിട്ടുന്നുണ്ട് എന്നല്ല, പക്ഷെ എന്നാലും അധികവും ഇങ്ങനെ വരും. കാരണം ഇതിനകത്ത് എക്സ്പയറി ഒക്കെ പെർഫെക്റ്റ് ആണ്. കാരണം അടുത്ത വർഷം ജനുവരി 39 വരെ ഇതിനകത്ത് എക്സ്പയറി കാണിക്കുന്നുണ്ട്. പക്ഷെ ഗുളിക ഇപ്പോൾ പൊട്ടിച്ച് നമ്മൾ നോക്കിയപ്പോഴത്തേക്കിനും മെൽറ്റായി നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല. വൈറ്റ് കളർ ഗുളികയാണ്, പക്ഷെ ഇത് മെൽറ്റ് ആയി കഴിഞ്ഞ് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഈ ഒരു പരുവത്തിലാണ് ഗുളിക ഇരിക്കുന്നത്. അപ്പം നമ്മുടെ വീട്ടിൽ പ്രായമായ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ഇതുപോലെ ടാബ്ലറ്റ് മെഡിസിനൊക്കെ സ്ഥിരമായിട്ട് കഴിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ അവർക്ക് കൊടുക്കുന്ന അവർ ഹോസ്പിറ്റലിൽ പോയി പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും അതുപോലെ തന്നെ ഡോക്ടർമാർ തിരിച്ച് അവർക്ക് കൊടുക്കുന്ന പ്രിസ്ക്രിപ്ഷനും ഹോസ്പിറ്റൽ ഫാർമസിയിൽ നമുക്ക് തരുന്ന മെഡിസിനും നമ്മൾ നല്ലതുപോലെ ചെക്ക് ചെയ്യണം. കഴിവതും ഹോസ്പിറ്റലിലും തരുന്ന ഗുളിക മേടിക്കാൻ നമ്മൾ വെളിയിൽ നിന്ന് തന്നെ മേടിക്കുക. കാരണം നമ്മളൊരു എന്താ പറയുന്നത്, സാധാരണ വെളിയിലെ മെഡിക്കൽ സ്റ്റോറിന് ഒരു റിവ്യൂ കൊടുക്കുകയല്ല. കാരണം നമ്മുടെ സേഫ്റ്റിക്ക് അതാണ് ഏറ്റവും ബെറ്റർ. ഇത് പുറമേ നോക്കുമ്പോൾ ഇതിന്റെ കൂടെ തന്ന ഗുളികയ്ക്കൊന്നും ഒരു കുഴപ്പമില്ലെന്ന്. പക്ഷെ ഈ ഒരു ഇത്രയും ഗുളികയ്ക്ക് മാത്രം എന്താണ് ഈ ഒരു പ്രശ്നമാണ്. മൊത്തം മെൽറ്റായിട്ട് കഴിക്കാൻ പറ്റുന്ന പരുവം നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? ഈ ഒരു പരുവത്തിലാണ് ഗുളിക ഇരുന്നത്. അതുകൊണ്ട് ടാബ്ലറ്റ് ഒക്കെ കഴിക്കുന്നവർ പരമാവധി ശ്രദ്ധിക്കുക. പ്രായമായ ആൾക്കാരൊക്കെ കഴിക്കുമ്പോഴത്തേക്കിനും അവർക്ക് നമ്മൾ ഗുളിക പറഞ്ഞ് നോക്കി എല്ലാം നല്ല ഇതാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം കഴിക്കാൻ കൊടുക്കുക. നമ്മുടെ ചിലപ്പോൾ ഒരു അശ്രദ്ധ അല്ലെങ്കിൽ നമ്മുടെ ഒരു ശ്രദ്ധക്കുറവ് കൊണ്ടായിരിക്കും എന്തേലും പലതും സംഭവിക്കുന്നത്. പിന്നെ നമ്മളത് ഗുളിക കഴിച്ചത് കൊണ്ടാണ് നമ്മൾ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യത്തില്ല. നമ്മുടെ പ്രായമായ ആൾക്കാരൊക്കെ ഉറപ്പായിട്ടും ഫുഡ് പോയിസൺ അല്ലെങ്കിൽ അസിഡിറ്റി ആ ഒരു ഇതിലൊക്കെ കണ്ടന്റിലങ്ങ് എടുക്കും. കാരണം ഡെയിലി നമ്മൾ എന്തെങ്കിലുമൊക്കെ കഴിക്കുമ്പോഴത്തേക്കിനും ഇതുപോലുള്ള ഇത് കാരണം നമുക്ക് വെറും വയറ്റിൽ കഴിക്കേണ്ട ഗുളികയാണ്. അപ്പം വെറും വയറ്റിൽ ഇങ്ങനത്തെ ചീത്ത ഗുളികയൊക്കെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി എന്തുമായിരിക്കുമെന്ന്. ഹോസ്പിറ്റലിലെ അധികൃതർ ഇവർ ശ്രദ്ധിക്കുന്നില്ല. ഈ പറഞ്ഞ ഈ ഒരു ഹോസ്പിറ്റൽ നമ്മുടെ റാന്നിയിലെ ഏറ്റവും വലിയ ജനറൽ ഹോസ്പിറ്റലാണ്. MCCM എന്നെങ്ങാണ്ടാന്ന് തോന്നുന്നു ഹോസ്പിറ്റലിന്റെ പേര്. നമ്മൾ റാന്നി ആശുപത്രി റാന്നി ഗവൺമെന്റ് ഹോസ്പിറ്റൽ അങ്ങനെ ഇവിടെ പറയുന്നത്. അക്കരെയാണ് ഈ ഹോസ്പിറ്റല്. അപ്പം നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കിനും ഇന്നലെ ഹോസ്പിറ്റലിൽ പോയത്, ഇന്നലെ തന്ന ടാബ്ലറ്റ് ആണിത്. ഇന്നലെ അവിടെ ചെന്നപ്പോഴത്തേക്കിനും നല്ല തിരക്കായിരുന്നു. നമ്മളൊരു 11:30 ആയപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു 6:45 നമ്മൾ വീട്ടിൽ വന്നപ്പോൾ. അതുപോലത്തെ തിരക്കും. അതുപോലെ തന്നെ ജനറൽ മെഡിസിനകത്ത് ടോക്കൺ നീങ്ങുന്നേ ഇല്ല. നമ്മൾ ചെന്നപ്പോൾ തൊട്ട് 235 അത് കഴിഞ്ഞ് നമ്മളൊരു കുറച്ചു നേരം കഴിഞ്ഞ് റൗണ്ടൊക്കെ അടിച്ച് നമ്മുടെ 343 നമ്പർ, 343 349 നമ്മൾ ഒരു റൗണ്ട് അടിച്ച് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും 240. പിന്നെയും കുറച്ചു നേരം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കിനും 245. അതായത് അരമുക്കാൽ മണിക്കൂറിനിടയ്ക്ക് തന്നെ പോകുമ്പോഴത്തേക്കിനും 2-3 നമ്പർ മാത്രം നീങ്ങുന്നുള്ളൂ. അവസാനം പിന്നെ നമ്മൾ കാഷ്വാലിറ്റി ചെന്നപ്പോഴത്തേക്കിനും അവർ പറയുന്നത്
ജനറൽ മെഡിസിൻ ഉണ്ട്, ഇവിടെ അത്യാഹിതം മാത്രമേ എടുക്കത്തുള്ളൂ, ഇവിടെ പറ്റത്തില്ല, അങ്ങോട്ട് ചെല്ലാൻ പറയുന്നു. വീണ്ടും കുറെ ആൾക്കാർ വീണ്ടും അവിടെ ചെന്നപ്പോഴത്തേക്കും അവിടെ ഇതുപോലെ തന്നെ ടോക്കൺ നീങ്ങുന്നില്ല. ഡോക്ടർ പരിശോധിക്കുന്നുണ്ട്, പക്ഷെ അതിനനുസരിച്ച് ടോക്കൺ നീങ്ങുന്നില്ല. അവിടെ ആൾക്കാരെല്ലാം കൂടി അവിടെ അലമ്പ്. അത് കഴിഞ്ഞ് വീണ്ടും തിരിച്ച് കാഷ്വാലിറ്റി വന്ന് ഇന്ന സാഹചര്യം ഇതാ, തല കറക്കുക ചെയ്യണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ ഡോക്ടർ BP നോക്കാൻ പറഞ്ഞു. ആ BP നോക്കാൻ വേണ്ടി നമ്മൾ സിസ്റ്റർമാരുടെ അടുത്ത് ചെന്നപ്പോഴത്തേക്കിന് അവർ പറഞ്ഞു ഇവിടെ അല്ല നോക്കുന്നത്, കാഷ്വാലിറ്റിയുടെ മാത്രമാ, അപ്പുറത്തെ അല്ലേ 8ാം നമ്പർ റൂമിൽ ചെല്ലാൻ പറഞ്ഞു. അപ്പോഴത്തെ വീണ്ടും ഇവിടുന്ന് നടന്ന് ആ ബിൽഡിങ്ങിൽ ചെന്ന് വയ്യാത്തൊരു ആൾക്കാരെ കൊണ്ട് ഇവിടെ നടന്ന് അവിടെ ചെല്ലുമ്പോഴത്തേക്കിനും അവിടുത്തെ ഒരൊറ്റ മനുഷ്യരില്ല. അവിടെ പോയി വീണ്ടും കുറച്ചേരം ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇപ്പുറത്തെ മുറിയിൽ സൗണ്ട് കേട്ട് അവിടെ ചെന്ന് നോക്കി ചെയ്തപ്പോഴത്തേക്കിനും അവിടുത്തെ സിസ്റ്റർ ഇറങ്ങി വന്നിട്ട് നമ്മളെങ്ങാണ്ട് അവരുടെ കുടുംബത്തിൽ കയറി ചെന്ന് നമുക്കൊരു കല്യാണാലോചന തരുവോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും അവർ നമ്മളെ റിജക്ട് ചെയ്യുന്ന പോലെ, ഇവിടെ ആരുമില്ല ഞങ്ങളെല്ലാം കഴിക്കുക, അപ്പുറത്തെ കാഷ്വാലിറ്റി പോകുന്ന പോലെ അവർ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു. സർക്കാർ ഹോസ്പിറ്റലിലെ നഴ്സുമാർക്ക് സർക്കാർ ഡോക്ടർമാരെക്കാട്ടിലും പദവിയാണ് അവർക്ക്. അവിടുന്ന് അവർ ഷൗട്ട് ചെയ്തു. വീണ്ടും നമ്മൾ കാഷ്വാലിറ്റി ചെല്ലുന്നു. അവിടെ ചെന്നപ്പോഴത്തേക്കിനും അവരുടെ അടുത്ത് പറഞ്ഞിട്ടും വയ്യാന്നൊക്കെ പറഞ്ഞ് ഇതാക്കി കഴിഞ്ഞപ്പോഴത്തേക്കിനും അവര് ക്യാമറ വാച്ച് അവര് പറഞ്ഞു ഓക്കെ ഇരിക്കുക നോക്കി തരാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അവിടെ നിന്നെല്ലാം നോക്കിക്കഴിഞ്ഞ് വീണ്ടും തിരിച്ച് നമ്മള് അപ്പോൾ ഡോക്ടർ BP നോക്കി BP നോർമൽ. അപ്പൊ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ലാബിൽ ചെന്നു. ലാബിൽ ചെന്നപ്പോൾ അവിടെ ഒരു 4-5 സ്റ്റാഫ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് കണ്ടത് ഇത്രയും സ്റ്റാഫ് ഉണ്ടായിരുന്നെന്ന്. ചെന്ന സമയത്ത് ഒറ്റ മനുഷ്യരില്ല, അവിടെ എങ്ങും ആരുമില്ല. ബെല്ലടിച്ചപ്പോഴും ആരും വന്നില്ല. അപ്പൊ അവിടെ അടുത്ത് ആരാണ്ട് പറഞ്ഞു അവർ കഴിക്കാൻ പോയാന്ന് പറഞ്ഞു. ഒരു ഹോസ്പിറ്റലിൽ ഇത്രയും പേഷ്യന്റും ഉണ്ട്, ഇത്രയും തിരക്കുള്ളിടത്ത് 4 സ്റ്റാഫ് ഒരുപോലെ ഫുഡ് കഴിക്കാൻ പോവാമോ? ആരെങ്കിലും ഒരാൾ അവിടെ നോക്കിയിട്ട് വേണ്ട മറ്റുള്ളവർ വേണ്ട ഫുഡ് കഴിക്കാൻ പോകാന്. പിന്നെ അവിടെയും ചെന്ന് കുറെ നേരം ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും അവരിറങ്ങി വന്നു. അത് കഴിഞ്ഞ് അവരിതെല്ലാം നോക്കി 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. പിന്നെ അവിടെ തിരിച്ച് നമ്മൾ ECG എടുക്കാൻ ചെന്നു. അവിടെ ചെന്നപ്പോഴും ഇതുപോലെ തന്നെ. അവിടെ ചെന്നപ്പോഴും ഒറ്റ മനുഷ്യരില്ല. അപ്പൊ പറഞ്ഞു വീണ്ടും കുറെ നേരം അവിടെ ഇരുന്നപ്പോഴത്തേക്കിനും കഥകളൊക്കെ പറഞ്ഞ് ചേച്ചിമാർ 2 പേരും വന്ന് ഡോർ തുറക്കുന്നു. അപ്പൊ പറഞ്ഞു ചേച്ചി ഞങ്ങളിവിടെ ECG എടുക്കാൻ വേണ്ടി വന്നു, എത്ര നേരം ഞങ്ങൾ വന്നിരിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ തൊട്ടിപ്പുറത്തൊരു സീറ്റിൽ ചെസ്റ്റ് പെയിൻ ആയിട്ട് ഒരു ആന്റി വന്ന് നമ്മുടെ കൂടെ ഇരിക്കുക. അവരും ഇതുപോലെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. ചെസ്റ്റ് പെയിൻ എന്നൊക്കെ പറയുന്ന നിസ്സാര കാര്യങ്ങളാണോ? ഒരു 5 മിനിറ്റിൽ അല്ലെങ്കിൽ ഒറ്റ സെക്കൻഡില് എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ആ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ അത് ഇവര് നോക്കുമ്പോഴത്തേനും ക്രിട്ടിക്കൽ കാണണമെങ്കിൽ ബോധം കെട്ട് വായിക്കൂടി പതയൊക്കെ വന്ന് ഉരുണ്ട് മറിഞ്ഞ് അങ്ങനെയൊക്കെയാണ് ഇവരുടെ കണ്ണിൽ ക്രിട്ടിക്കൽ വരുന്നത്. ഞങ്ങളൊക്കെ നിൽക്കുന്ന ഹോസ്പിറ്റൽ, ഞാനൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. നമ്മൾ നോക്കുമ്പോഴത്തേക്കും ചെസ്റ്റ് പെയിൻ ആണെന്ന് വരുമ്പോഴേ ആദ്യം അവരെ കയറ്റി നമ്മൾ ECG എടുത്ത് ഡോക്ടറിനെ കൊണ്ട് കാണിക്കും. പിന്നെ ഡോക്ടർ പറഞ്ഞ അനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് ഡോക്ടർ ECG എടുക്കാൻ പറഞ്ഞപ്പോഴും അവരവിടെ വന്നിരിക്കുക. ഇവരതിനകത്ത് കഥ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ അവർ വെച്ച് പറഞ്ഞു പേഷ്യന്റ് ഉണ്ടായിരുന്നു, ഞങ്ങൾ 2 പേരേ ഉള്ളൂ, ഫുഡ് കഴിക്കാൻ പോയി അങ്ങനെ ഇങ്ങനെ. അപ്പൊ നമ്മൾ ചേച്ചി ഞങ്ങൾ പേഷ്യന്റാ, നിങ്ങൾ ഫുഡ് കഴിക്കുന്നതൊക്കെ നിങ്ങളുടെ കാര്യം, എന്നാലും നിങ്ങളിപ്പോൾ 2 പേരുണ്ടായിരുന്നു, ഒരാൾ ഇപ്പോഴല്ലേ പോയുള്ളൂ, അപ്പോൾ ഒരാൾക്ക് ഇവിടെ നിന്ന് മാനേജ് ചെയ്തില്ലേ. അപ്പോൾ അവർ പറഞ്ഞു ഞാൻ റേഡിയോളജിസ്റ്റ് ആണ്, എനിക്ക് ഇവിടുത്തെ കാര്യം മാത്രം നോക്കിയാൽ മതി, അവിടുത്തെ നോക്കേണ്ട ആവശ്യമില്ലെന്നൊക്കെ പറഞ്ഞു 2 കൈ ഉള്ളെന്ന് പറഞ്ഞ് അവർ നമ്മുടെ അടുത്ത് ഷൗട്ട് ചെയ്തു. ഒന്ന് ഓർത്തോണം, സർക്കാർ ഹോസ്പിറ്റലിൽ നമ്മളൊരു പേഷ്യന്റ് ചെല്ലുമ്പോഴത്തേക്കിനും അവിടുത്തെ സ്റ്റാഫുകളുടെ നമ്മളോടുള്ള പ്രതികരണം അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള അവരുടെ പ്രതികരണമാണ് ഇതൊക്കെ. ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് നമ്മൾ ഇതേ സമയം ചെല്ലുന്നെങ്കിൽ, നമുക്കൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകാൻ നമുക്ക് കേൾപ്പുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ചെല്ലുവാണെങ്കിൽ അവിടുത്തെ ആൾക്കാരുടെ നമ്മളോടുള്ള രീതിയും ഈ സർക്കാർ ഹോസ്പിറ്റലിൽ നമ്മളെ പൊതുജനങ്ങളെ സേവിക്കാൻ വേണ്ടിയാണല്ലോ ഇവളുമാർക്കൊക്കെ ശമ്പളം കൊടുത്ത് നമ്മൾ നികുതി അടയ്ക്കുന്നതിനകത്തുനിന്ന് ഇവളുമാർക്കൊക്കെ ശമ്പളവും കൊടുത്ത് അവിടെ നിയമിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ളിടത്ത് നമ്മൾ ചെല്ലുമ്പോഴത്തേക്കിനും അവിടുത്തെ ആൾക്കാരുടെ പ്രതികരണമാണ് ഞങ്ങൾക്ക് 2 കൈയേ ഉള്ളൂ, ഞങ്ങൾ ഫുഡ് കഴിക്കുമായിരുന്നു, ഞാൻ ഇവിടുത്തെ സ്റ്റാഫല്ല, എനിക്ക് അവിടുത്തെ കാര്യം നോക്കിയാൽ മാത്രം മതി. ചേട്ടാ ഇവളിത് മാനേജ്മെന്റ് അടുത്ത് എന്തുകൊണ്ട് പറയുന്നില്ല, അല്ലെങ്കിൽ അതിന്റെ അധികാരികളുടെ അടുത്ത് എന്തുകൊണ്ട് പറയുന്നില്ല, നമ്മുടെ അടുത്ത് എന്ത് പറയുന്നു? നമ്മളിത് വല്ല അറിഞ്ഞിട്ടാണോ അയ്യോ ഇവിടുത്തെ സ്റ്റാഫാണോ അവിടുത്തെ സ്റ്റാഫാണോ? അവിടെ ചെന്ന് സെക്യൂരിറ്റിമാരുടെ വെച്ചതിനും പറഞ്ഞത് അതിനകത്താണ് ECG എടുക്കുന്ന ആള് ബെല്ലടിച്ചാൽ മതി എന്ന് പറഞ്ഞു. നമ്മളുടെ അടുത്ത് അവര് പറഞ്ഞാൽ മാത്രം നമുക്കത്, നമ്മൾ എന്ന് ബെല്ലടിക്കുന്നു, ഇവരത് ചെയ്യത്തില്ല എന്നുണ്ടെങ്കിൽ ഇവര് വേണ്ടേ അവിടെ പറയാന്, ഇല്ലേ? അത് അവിടെ നടന്ന ഇന്നലത്തെ അടുത്തൊരു വിഷയം. 3ാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാല് ടോക്കൺ എടുക്കുന്നിടത്ത് തന്നെ നല്ലൊന്നാന്തരം ഒരു ക്യൂ ഉണ്ട്. ടോക്കൺ ക്യൂ നിന്ന് എടുത്തു കഴിഞ്ഞ് നമ്മൾ ഡോക്ടറെ കാണാൻ ചെല്ലുമ്പോഴത്തേക്കിനും നമ്മുടെ ടോക്കൺ ആവുന്നേ ഇല്ല. ഞാൻ ഇന്നലെ ഒരു 6:45 ആയപ്പോഴും അവിടെ നിന്ന് വന്നേ, ആ സമയം വരെ ഞങ്ങളുടെ ടോക്കൺ ആയിട്ടില്ലായിരുന്നു. ഇനി ടോക്കൺ നീങ്ങുന്നു, പക്ഷെ ഇടയ്ക്ക് അവർ ടോക്കൺ വിളിക്കുന്നുണ്ട്. ഈ പറയുന്ന ടോക്കൺ 300-ന്റെ അടുത്തൊന്നും എത്തിയിട്ടില്ല. അത് കഴിഞ്ഞ് പിന്നെ അടിച്ചിട്ട് പറഞ്ഞ 300-ന് മുന്നേ ഉള്ള ആൾക്കാർ വരും, അപ്പം 300-ന് ശേഷമുള്ള ആൾക്കാർ ഡോക്ടറെ കാണണ്ടേ. പക്ഷെ അവിടെ ഡോക്ടറുണ്ട്, എപ്പോഴും ഡോക്ടറുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്രയും മണിക്കൂർ വയ്യാത്ത ആൾക്കാരെ കൊണ്ടും നമുക്ക് അവിടെ ചെന്ന് ഇത്രയും നേരം നിൽക്കാൻ പറ്റുമോ? അത് അവിടുത്തെ മെയിൻ വിഷയം. പിന്നെ
പ്രായമായ ആൾക്കാരൊക്കെ ഒരുപാട് ആൾക്കാർ തന്നെ ഇഷ്ടം ഇന്നലെ അവിടെ ചെന്നപ്പോൾ ഒരുപാട് അമ്മമാർ തന്നെയൊക്കെ വരുന്ന കണ്ടു. അങ്ങനെയൊക്കെ അവർ വരുന്ന അവർക്ക് ആ ഹോസ്പിറ്റലിലെ ഡോക്ടർമാരോടും സിസ്റ്റർമാരോടും ഒക്കെ ഒരു വിശ്വാസവും കാര്യങ്ങളും ഉള്ളത് കൊണ്ടാണ്, അല്ലെ വീട്ടിൽ കൂടെ വരുന്ന ആരും ഇല്ലാത്തതുകൊണ്ടൊക്കെ ആയിരിക്കും അവരവിടെ ചെല്ലുന്നത്. അങ്ങനെയുള്ളപ്പം ഇപ്പൊ ഞാനിത് കണ്ടു, അത് കാരണം ഞാനിത് വായിച്ചു, ഞാൻ കഴിച്ചില്ല. അതേസമയം ഇത് എന്നെ പോലെ അല്ലാണ്ട് പ്രായമായ ഒരു സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ടും ഈ ഗുളിക കഴിക്കും. കാരണം അവർക്ക് ഡോക്ടർമാരെ വിശ്വാസമാണ്. നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിനെക്കാട്ടിലും അല്ലെ അറിവുള്ള ഒരാൾക്കാർ പറഞ്ഞു കൊടുക്കുന്നതിനെക്കാട്ടിലും അവർക്ക് ഡോക്ടർമാരെ വിശ്വാസം. കാരണം ഡോക്ടർമാർ പഠിച്ചതാ, MBBS ആ ഒരു മൈൻഡാണ് അവർക്ക്. അപ്പൊ അവരിത് ഉറപ്പായിട്ടും കഴിക്കും. അപ്പൊ ഞാനിത് കണ്ടു, എനിക്കൊരു ഡൗട്ട് തോന്നിയപ്പോഴത്തേക്കും ഈ ഗുളിക എടുത്തു. അടുത്ത വർഷം ജനുവരി വരെ ഇതിന് എക്സ്പയറി ഉള്ളതാണ്. ഗുളിക പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരു കുഴപ്പമില്ല, പക്ഷെ പൊട്ടിച്ച് നോക്കിയപ്പോൾ മെൽറ്റായി. ഇതിനു മുന്നേ ഇതേ സെയിം അനുഭവം ഇവിടെ പത്തനംതിട്ട കോഴഞ്ചേരി ആശുപത്രി വെച്ച് നമുക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പത്തനംതിട്ട അല്ല, സോറി, കോഴഞ്ചേരി ജില്ലാ ഹോസ്പിറ്റലിൽ വെച്ച് നമുക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഇതുപോലെ സൂപ്രണ്ടിനെ കാണാൻ വേണ്ടി നമ്മൾ ചെന്നു. സൂപ്രണ്ടിനെ കാണാൻ ചെന്നപ്പോഴത്തേക്കിനും സൂപ്രണ്ട് അവിടെ ഇല്ലായിരുന്നു. പിറ്റേ ദിവസം വന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പിറ്റേ ദിവസം ആ ഒരു കാര്യം വിട്ടേ പോയി. അത് കഴിഞ്ഞ് ആ ഗുളിക ഇപ്പോഴും നമ്മുടെ കയ്യിലുണ്ട്. എൻ്റെ ചേട്ടന് കിട്ടിയതായിരുന്നു അത് പുള്ളിക്കാരൻ്റെ ഇതുപോലെ നെഞ്ചിനകത്ത് വേദനയായിട്ട് ഇങ്ങനെ ചെന്ന സമയത്ത് അവിടെ നിന്ന് കിട്ടിയ ഗുളിക. ഞാൻ പറഞ്ഞു കഴിക്കണ്ടെന്ന് പറഞ്ഞു. കാരണം ഈ ഗുളിക നോക്കിയിട്ട് നമുക്ക് അറിയാമല്ലോ എത്രത്തോളം കംഫർട്ടാണെന്ന്. അങ്ങനെയുള്ളടത്ത് ഈ ഗുളിക നമ്മൾ കഴിച്ചാലുള്ളൊരവസ്ഥ എന്തുമായിരിക്കും. കാരണം ഇതൊക്കെ വെറും വയറ്റിൽ കഴിക്കേണ്ട ഗുളികയാണ്. വെറും വയറ്റിൽ നമ്മൾ ഒരു ഗുളിക കഴിക്കുന്നത് എന്ത് വിശ്വസിച്ചാണ് ഇങ്ങനത്തെ ഗുളികയൊക്കെ നമ്മൾ കഴിക്കുന്നത്, അല്ലേ? അപ്പം ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണെങ്കിലും എവിടെയാണെങ്കിലും, പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണെങ്കിലും ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണെങ്കിലും എവിടെ പോയാലും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് നമ്മൾ ഡോക്ടറിന്റെ അടുത്ത് പറയുമ്പോഴത്തേക്കിനും ആദ്യം പുള്ളിക്കാരൻ തരുന്ന നമുക്ക് റൈറ്റ്സ് ഉണ്ട്. ഒരു ഡോക്ടർ എഴുതുന്ന ഗുളിക അത് എന്തിനൊക്കെയാണെന്നും അതിനകത്തെ കണ്ടന്റ് എന്താണെന്നും നമ്മുടെ ആരോഗ്യത്തിന് അത് നല്ലതാണോ, നമുക്ക് അലർജി ഉള്ളതാണോ, അങ്ങനെയൊക്കെ നമുക്ക് ചോദിച്ച് ഡോക്ടറിന്റെ അടുത്ത് മനസ്സിലാക്കാനുള്ള 100% നമുക്ക് റൈറ്റ് ഉണ്ട്. അത് നമ്മൾ ഡോക്ടറുടെ അടുത്ത് ചോദിക്കണം. ഇപ്പം എല്ലാ ഹോസ്പിറ്റലിലും നമ്മൾ എന്ത് രോഗം പറഞ്ഞു എന്നാൽ അവിടെ പാരസെറ്റാമോൾ നമുക്ക് തരുന്നുണ്ട്. പക്ഷെ ഈ പാരസെറ്റാമോൾ എന്ന് പറഞ്ഞ ഗുളിക തന്നെ ഏറ്റവും കൂടുതൽ നമ്മളെ എഫക്ട് ചെയ്യുന്ന നമ്മുടെ കിഡ്നിക്കാണ്. അത് ഒരുപാട് ന്യൂസ് നമ്മൾ അതിനെക്കുറിച്ച് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നമ്മൾ എന്താ പറയുന്നത്, ഈ പണ്ടത്തെ ഹോമിയോ ഹോസ്പിറ്റലിൽ നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് മറ്റേ ഒരു വൈറ്റ് കളർ, അതിന്റെ പേര് ഞാൻ മറന്നുപോയി, വൈറ്റ് കളർ ചെറിയ ഉണ്ടഗുളികയുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ചിന്തിക്കും, ഇത് ഏതൊരു അസുഖം പറഞ്ഞാലും ആ ഒരു ഗുളികയാണല്ലോ നമുക്ക് ഇങ്ങനെ തരുന്നത്, അതെന്താ ഇങ്ങനെ തരുന്നതെന്ന് എപ്പോഴും ചിന്തിക്കും. പക്ഷെ പിന്നീടാണ് മനസ്സിലായത് ആ ഗുളികയിലല്ല, ആ ഗുളികയ്ക്കകത്ത് ഡോക്ടർമാർ ഓരോരോ മരുന്നുകൾ ഒഴിക്കും, അതിനകത്താണ് അതിന്റെ കണ്ടന്റ് ഇരിക്കുന്നത്, ഹോമിയോയില്. പക്ഷെ ഇത് ഞാൻ എപ്പോഴും ചിന്തിക്കും, ഏത് ഹോസ്പിറ്റലിൽ ചെന്നാലും എന്ത് അസുഖം നമ്മൾ പറഞ്ഞാലും അതിനകത്ത് നമുക്ക് പാരസെറ്റാമോൾ ഉണ്ട്. അതായത് പാരസെറ്റാമോൾ നമുക്ക് വേദനയ്ക്ക് പെയിൻ കില്ലറായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, പനി വരുമ്പോൾ ഉപയോഗിക്കുന്നുണ്ട്, ജലദോഷത്തിന് ഉപയോഗിക്കുന്നുണ്ട്, തലക്കകത്ത് വേദനയ്ക്ക് ഉപയോഗിക്കുന്നുണ്ട്, ദേഹത്ത് വേദനയ്ക്ക്, എല്ലാത്തിനകത്തും ഈ പാരസെറ്റാമോൾ ഉപയോഗിക്കുന്നുണ്ട്. എല്ലാക്കെ അസുഖങ്ങൾ വന്നാലും ഈ പാരസെറ്റാമോൾ തരുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾക്ക് ഇതൊരു സൊല്യൂഷനാണ്. അങ്ങനെയുള്ളിടത്ത് നമ്മളിത് എപ്പോഴും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉള്ള അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്കിയേ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഗുളികകൾ കഴിക്കുമ്പോഴത്തേക്കിനും നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ വീട്ടിലുള്ള പ്രായമായ ആൾക്കാർ അവരെന്തെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ഹോസ്പിറ്റലിൽ പോയതിനു ശേഷം അവർക്ക് ഡോക്ടർമാർ കൊടുക്കുന്ന ഗുളികകൾ എന്തൊക്കെയാണെന്ന് നമ്മളൊന്ന് ശ്രദ്ധിക്കുക. അതിന്റെ കണ്ടന്റും കാര്യങ്ങളും മനസ്സിലാക്കാൻ ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോഴത്തേക്കിനും നമുക്ക് എന്തെങ്കിലും രോഗങ്ങൾക്കൊക്കെ അലർജികൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഡോക്ടറുടെ അടുത്ത് പ്രത്യേകിച്ച് പറയുക. ഇന്നലത്തെ അവിടുത്തെ ചെന്ന ഹോസ്പിറ്റലിലെ ഡോക്ടറിന് എനിക്കൊരു തുള്ളി പോലും ഇഷ്ടപ്പെട്ടില്ല. കാരണം നമ്മളൊരു കാര്യം ചെയ്യും, പുള്ളി നമ്മുടെ അടുത്ത് ഓപ്പോസിറ്റ് ഇപ്പോഴത്തെ ഇതിൽ പറഞ്ഞ തഗ്ഗെന്ന് വേണം പറയാം. കാരണം ആദ്യം നമ്മൾ ECG എടുത്ത് നോക്കിയപ്പോഴത്തേനത് ചെറിയൊരു വേരിയേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നോക്കിയപ്പോഴത്തേക്കിനും അത്യാവശ്യം എൻ്റെ ഒരു ഇത് വെച്ച് നോക്കിയപ്പോഴത്തേക്കും ഞാനത് വലിയ ഇതൊന്നും കണ്ടില്ല. അപ്പൊ ഡോക്ടർ പറഞ്ഞു ചെറിയൊരിതുണ്ട്, 4:15 റിപ്പീറ്റ് ECG ഒന്നുകൂടി എടുക്കണമെന്ന് പറഞ്ഞു. അപ്പം 4:15 റിപ്പീറ്റ് ECG എടുത്തു കഴിഞ്ഞ് വീണ്ടും കൊണ്ട് കാണിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പം അവള് ചോദിച്ചു, പേഷ്യന്റ് ചോദിച്ചു, ഡോക്ടറെ അതെന്താ അങ്ങനെ സംഭവിച്ചു, എന്തെങ്കിലും പേടിക്കാനുണ്ടോ? ഉടനെ ആ ഡോക്ടർ തിരിച്ച് മറുപടി കൊടുക്കുക, അതൊന്നും ഇപ്പൊ പറഞ്ഞു തന്നാൽ അതൊക്കെ ഇപ്പൊ പറഞ്ഞ് പഠിപ്പിച്ചു തരാനുള്ള സമയമൊന്നുമില്ല, എന്തായാലും ഈ ഗുളിക അങ്ങ് കഴിച്ചാൽ മതിയെന്ന്. അതാണ് ഒരു ഡോക്ടർ പറഞ്ഞു കൊടുക്കേണ്ടത്. അയാൾക്ക് സമയമുണ്ടോ സമയമില്ല, വേറെ രോഗികളുണ്ടോ, അതൊന്നുമല്ല ഒരു ഡോക്ടർ. കാരണം ചെസ്റ്റ് പെയിൻ, അതായത് നെഞ്ചിനകത്ത്, അതായത് ECGക്കകത്താണ് അങ്ങനെ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പൊ സ്വാഭാവികമായിട്ട് ടെൻഷൻ അടിക്കുമല്ലോ ആരായാലും.
അയ്യോ എന്താ പ്രശ്നം, നമ്മളെപ്പോലെ സാധാരണക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് അടിക്കും എന്തോ കാര്യം എന്തെന്താ അങ്ങനെയെന്ന് ഉറപ്പായിട്ടും. അപ്പൊ ആ ഒരു 25 വയസ്സേ ഉള്ളൂ അവക്ക്. അപ്പൊ ആ ഒരു ഇതിൽ അവള് ചോദിച്ചു, സാറേ ഡോക്ടറെ എന്താ പ്രശ്നം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പൊ അയാളുടെ മറുപടി അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയാണല്ലോ ഒത്തിരി സമയം എടുക്കി തൽക്കാലം ഈ ഗുളിക കഴിച്ചാൽ മതി. എന്റെ സിസ്റ്റർ കൂടെ ഉണ്ടായിരുന്നു, അവർക്ക് ഇതുപോലെ ചെറിയ വിറയലുണ്ടായിരുന്നു, അതുപോലെ തളർച്ചയായിരുന്നു. അപ്പൊ അവള് പറഞ്ഞു, ഡോക്ടറെ എന്റെ വിറയൽ മാറുന്നില്ല, ചെറുതായിട്ട് കുറഞ്ഞതേ ഉള്ളൂ, പക്ഷെ പിന്നെയും ദേഹമൊക്കെ തളരുന്ന പോലാണ്. എന്നാൽ ഇതിനേക്കാളും കുറച്ചും കൂടി നല്ലൊരു ഹോസ്പിറ്റലിൽ കാണിക്കേണ്ടി വരും. ഇപ്പൊ എന്തായാലും ഈ അല്ലെങ്കിൽ പിന്നെ നേരെ മെഡിക്കൽ കോളേജിലോട്ട് പൊക്കോ, തൽക്കാലം ഈ ഗുളിക ഒന്ന് കഴിച്ചു നോക്കാം. അതാണോ അദ്ദേഹം പറയണ്ടേ? ഒരു രോഗി വരുമ്പോഴത്തേക്കിനും അവർക്ക് പേടിയുണ്ടായിരിക്കും, എന്തുകൊണ്ടാണ് ഇതെന്താണ് ഇങ്ങനെയെന്നൊക്കെ അവർക്ക് പേടിയുണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് അവർ ചോദിക്കുന്നത് ഇതെന്താണ് സംഭവം എന്നാ. കാരണം വേറൊരാൾ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാളും ഡോക്ടർ തന്നെ പറയുമ്പോൾ അവർക്കത് ആശ്വാസമാണ്. ഒരു 10 പാരസെറ്റാമോള് പലവട്ടം നമ്മൾ കഴിക്കുന്നതിനേക്കാളും ബെറ്റർ ഫീലാണ് ഡോക്ടർ പേടിക്കണ്ട കേട്ടോ, കുഴപ്പമൊന്നും ഇല്ല എന്ന് പറയുന്നത്. അല്ലെ നമ്മളൊരു പെയിൻ കില്ലർ, ഭയങ്കര വേദന എടുത്തിരിക്കുന്ന സമയത്ത് നമ്മളൊരു പെയിൻ കില്ലർ കഴിക്കുന്നതിനെക്കാട്ടിലും ഒരു എന്താ പറയുന്നത്, അതിനേക്കാൾ എഫക്റ്റീവാണ് ഡോക്ടറിന്റെ ഈ പേടിക്കാനൊന്നുമില്ല, ഇത് പെട്ടെന്ന് മാറാനുള്ളതേ ഉള്ളൂ എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പോഴത്തെ ഡോക്ടർമാരൊന്നും ഇതൊന്നും അവർക്ക് നേരമില്ല. അവർക്ക് വേറെ വേറെ അവരുടേതായ ഇതാണ്, അവര് ബിസിയാണ്. അവർക്ക് ഹോസ്പിറ്റലിൽ പേഷ്യന്റ് ഉണ്ട്, കാഷ്വാലിറ്റി ആണ്, അതെല്ലാം നമുക്കറിയാം. എന്നാലും ചെല്ലുന്ന രോഗി അവര് അത്രയും അതിനിടയിൽ അവർ വന്നൊരു രോഗിയെ നോക്കുന്നുണ്ടെങ്കിൽ ആ രോഗിക്ക് എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ അതും തീർത്തു കൊടുക്കേണ്ട ഡോക്ടർമാരുടെ ഉത്തരവാദിത്തമാണല്ലോ. ഇപ്പൊ അവർക്ക് അത് തീർത്തു കൊടുത്താലും ഇല്ലെങ്കിലും ഒരു രോഗി രക്ഷപ്പെട്ടാലും രക്ഷപ്പെട്ടില്ലെങ്കിലും അവർക്ക് മന്ത്ലി കിട്ടാനുള്ള പേയ്മെന്റ് ഉറപ്പായിട്ടും അവർക്ക് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ഇതൊക്കെ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിൽ ഇതൊക്കെ തന്നെ ഇനി ആ ഹോസ്പിറ്റലിൽ നടക്കാനും പോകുന്നുള്ളൂ. പ്രത്യേകിച്ച് ഇതിന് വ്യത്യാസം ഒന്നും വരാനില്ല. കാരണം നമ്മളിങ്ങനെ ഓരോ വട്ടം ഇങ്ങനെ വായിട്ടലയ്ക്കുന്നു മാത്രമേ ഉള്ളൂ. ഇതുപോലെ അവിടെ വ്യത്യാസം ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല. കഴിഞ്ഞിടയ്ക്ക് അവിടുത്തെ ഒരു ന്യൂസ് കണ്ടു, അവിടെ ചെന്ന ഒരു ഡീഹൈഡ്രേഷൻ ആയിട്ട് എന്തോ ഒരു മറ്റേ ഡീഹൈഡ്രേഷൻ സെന്ററിൽ നിന്ന് എങ്ങാണ്ട് ഒരു ചെറുക്കനോട് ചെന്നപ്പോഴത്തേക്കിന് എന്തോ വിഷയം ഉണ്ടായി, സെക്യൂരിറ്റി കാല് തല്ലി ഒടിച്ചെന്നോ ഒക്കെ പറഞ്ഞ് എന്തോ ഒരു വിഷയമൊക്കെ അവിടെ നടന്നയാ. അതിനുശേഷം പിന്നെ ഇതുപോലെ എന്തോ ഒരു ന്യൂസ് കണ്ടായിരുന്നു, ആശുപത്രി ബേസിക് ആക്കി. അതുപോലെ ഇപ്പൊ ഈ ഒരു ഇതാണെങ്കിൽ തന്നെ ഈ ഗുളികയൊക്കെ എന്ന് പറഞ്ഞാല് ഒന്ന് ഓർത്ത് നോക്കി, നമ്മളിതിപ്പോ നോക്കാതൊക്കെ കഴിച്ചു പോയിരുന്നെങ്കിൽ നമുക്ക് എന്തേലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാമായിരുന്നു. നമ്മള് ഡോക്ടർമാർ എഴുതി ഫാർമസിസ്റ്റ് തരുന്നു, ആ ഒരു വിശ്വാസത്തിൽ നമ്മൾ കഴിക്കുന്നു. പക്ഷെ ഇത്രയും മോശമായിട്ടൊക്കെയുള്ള ഗുളികയാണ് അവിടെ സപ്ലിമെന്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാല് അവിടുത്തെ ഒരു എന്താ പറയുക മെഡിക്കൽ രീതികളും ഇതൊക്കെ എന്തോ ആയിരിക്കും. അപ്പൊ എനിക്കിത് കിട്ടി, ഇതുപോലെ വേറെ ആർക്കൊക്കെ കിട്ടിയിട്ടുണ്ട് എന്ന് നമുക്കറിയാനൊക്കത്തില്ല. അതാണ് പറയുന്നത്. അപ്പൊ നമ്മളെ ശ്രദ്ധിക്കുക. ഒരിക്കലും നമ്മൾ ഡോക്ടറിനെയോ ഹോസ്പിറ്റലിലുള്ള ജീവനക്കാരെ ഒന്നും വിശ്വസിച്ചൊന്നും ചെയ്യാതിരിക്കുക. നമുക്ക് നമ്മളൊരു ശ്രദ്ധ വേണം. എന്ത് കാര്യത്തിനാണെങ്കിലും നമുക്ക് നമ്മളൊരു ശ്രദ്ധ വേണം. ഇനി മുന്നോട്ടാണെങ്കിൽ തന്നെ ഇതുപോലെ ടാബ്ലറ്റ് ഒക്കെ തരുമ്പോഴത്തേക്കിനും ശ്രദ്ധിക്കുക. ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം കഴിക്കുക. ഓക്കെ.